ഹായ്, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് അനാട്ടമി ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ സെക്കൻഡ് പാർട്ട് ക്ലാസ് ആണെന്ന്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഉള്ള ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. കാണാത്തവരാണെങ്കിൽ നിങ്ങൾ അത് പോയി കാണുക ആദ്യം. കാരണം എപ്പോഴും ഒരു സിസ്റ്റം പഠിക്കുമ്പോൾ അതായത് ഓർഡർ വൈസ് തന്നെ മീൻസ് ഫസ്റ്റ് ഓർഗൻ സെക്കൻഡ് ഓർഗൻ എന്നുള്ള രീതിയിൽ പഠിക്കുകയാണെങ്കിൽ അത് കുറെ മോർ യൂസ്ഫുൾ ആയിരിക്കും, കുറച്ചുകൂടി ഓർത്തിരിക്കാൻ സഹായിക്കും അത്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ക്ലാസ്സിൽ ഓൾറെഡി ഈ സിസ്റ്റംസ് ഒക്കെ ഞാൻ ഒരുപാട് നാൾ മുന്നേ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വിക്ക് റെഫറൻസിന് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലാതെ ഇപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് അനാട്ടമി സെപ്പറേറ്റ് പിന്നെ ഫിസിയോളജി സെപ്പറേറ്റ് എന്നുള്ള രീതിയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അല്ലാതെ മുന്നേ ക്ലാസ്സുകൾ എടുത്തതെന്ന് വെച്ചാൽ കമ്പൈൻ ചെയ്തിട്ട് ഇപ്പം നമ്മൾ മൗത്ത് പഠിക്കുമ്പോൾ അതിനൊപ്പം തന്നെ അതിന്റെ സലൈവ സെക്രീഷൻസും അതിന്റെ ഫേസസിനെ കുറിച്ചൊക്കെ പഠിക്കും. അത് എന്നാൽ സ്റ്റൊമക്ക് പഠിക്കുമ്പോൾ ഒപ്പം തന്നെ അതിന്റെ സെക്രീഷൻസിനെ കുറിച്ചും അങ്ങനെ നമ്മൾ അനാട്ടമി ഫിസിയോളജി കമ്പൈൻ ചെയ്താണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ സെപ്പറേറ്റ്, അതായത് പാർട്സുകൾ സെപ്പറേറ്റ്, അനാട്ടമി ഓർഗൻസ് സെപ്പറേറ്റ് സ്ട്രക്ചർ പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ അനാട്ടമി കംപ്ലീറ്റ് പഠിച്ചു, മീൻസ് അനാട്ടമി ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ഫിസിയോളജി ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം സെപ്പറേറ്റ് പഠിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഇൻട്രൊഡക്ഷനും ഓറൽ ക്യാവിറ്റി, ടീത്ത് അതൊക്കെയായിരുന്നു പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇന്ന് അടുത്ത 2 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസും വരാവുന്ന ഏരിയാസ് ആണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പാലേറ്റ്, ടങ്, ഈ 2 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ സിലബസിന്റെ അതേ ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വീഡിയോസ്. പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. ലാസ്റ്റ് ടൈമിലത്തേക്ക് വേണ്ടി നിങ്ങൾ എല്ലാം കൂടെ ഇങ്ങനെ പെൻഡിങ് ആയിട്ടിട്ട് വെക്കരുത്. അറ്റ്ലീസ്റ്റ് 1 or 2 ടോപ്പിക്സ് ഡെയിലി നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് ഡെയിലി നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ നമ്മുടെ നോട്ട് നിങ്ങൾ ചോദിക്കരുത്. കാരണം നോട്ട് ഇതിൽ നമുക്ക് ക്ലാസ് എടുക്കുന്ന നോട്ട്സ് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. നോട്ട് അല്ലാതെ നിങ്ങൾക്ക് നോട്ടുകൾ ഞാൻ റെഡിയാക്കുന്നുണ്ട്. അതെല്ലാം റെഡി ആകുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിന് മുന്നേ ഞാനിത് ക്വിക്ക് റെഫറൻസിന് തരാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ലെക്ചർ നോട്ട് നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, നിങ്ങളുടെ കമൻസ് സജഷൻസും ഒക്കെ എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാത്തിനുപരി എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി സിലബസ് പറഞ്ഞതാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ അനാട്ടമിയുടെ സിലബസ്, ദിസ് ഈസ് ഫിസിയോളജി സിലബസ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാലേറ്റ്. അപ്പോൾ ഓറൽ ക്യാവിറ്റി കഴിഞ്ഞാൽ നമുക്കറിയാം, ഓൾറെഡി ഞാൻ പറഞ്ഞു, ഓറൽ ക്യാവിറ്റി മുതൽ ഏനസ് വരെ വരുന്ന ഒരു ട്രാക്ട്, അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഓറൽ ക്യാവിറ്റി ഇന്ന് പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിനകത്ത് ടീത്ത് പഠിച്ചു, ലിപ്സ് പഠിച്ചു, ചീക്ക് പഠിച്ചു. അപ്പോൾ ഇനി അതിനകത്ത് പഠിക്കാനുള്ള അതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന പാലേറ്റ് എന്നുള്ളൊരു പാർട്ടുണ്ട്. അതായത് ഹാർഡ് പാലേറ്റ് ആൻഡ് സോഫ്റ്റ് പാലേറ്റ്, ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് പാലേറ്റ് എന്ന് പറയുന്നത്. അപ്പം 5 മാർക്കിനും അതുപോലെ 2 മാർക്കിനും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് MCQ ഉള്ള സ്ഥിതിക്ക് അതിൽ നിന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം എന്താണ് പാലേറ്റ്. അപ്പം ഞാൻ പിക്ചറിൽ പറഞ്ഞുതരാം. ഈ പിക്ചറിൽ നമ്മുടെ ഇതാണ് ഓറൽ ക്യാവിറ്റി. ടീത്തിന് മുകളിലായിട്ട് കാണാം അല്ലേ. ഇവിടെ ഒരു ടീത്തിന് നമ്മൾ കൈ വെച്ച്, നമ്മുടെ വായ്ക്കകത്ത് തന്നെ നമ്മൾ കൈ വെച്ച് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വായുടെ മുകൾ ഭാഗം, കട്ടിയുള്ള ഭാഗം, അതാണ് ഹാർഡ് പാലേറ്റ് എന്ന് പറയുന്നത്. അതിനെ കുറച്ചുകൂടി പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമായിട്ട് കാണുന്നു. ഇതിനെ സോഫ്റ്റ് പാലേറ്റ്, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് പാലേറ്റ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഫ്രണ്ടിലുള്ള ആൻറ്റീരിയർ പാർട്ട് എന്ന ബോണി പാർട്ടാണ് ഇറ്റ്സ് ഹാർഡ്, ദാറ്റ് ഈസ് ഹാർഡ് പാലേറ്റ്. ആൻഡ് പോസ്റ്റീരിയർ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സോഫ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മസിൽസ്. ഓക്കെ, സോഫ്റ്റ് മസിൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അതിൻ്റെ സോഫ്റ്റ് പാലേറ്റ്. അപ്പോൾ ഇത് രണ്ടും അതിൻ്റെ ഡിഫറൻസും അതിൻ്റെ ലൊക്കേഷൻസും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം പാലേറ്റ് ഫോംസ് ദ ആർച്ച്ഡ് റൂഫ് ഓഫ് ദ ഓറൽ ക്യാവിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു, ഓറൽ ക്യാവിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ മൗത്തിന്റെ മേൽക്കൂര അല്ലെങ്കിൽ റൂഫ് എന്നറിയപ്പെടുന്നത് പാലേറ്റ് ആണ്. ക്ലിയർ? പാലേറ്റ് ആണ്. ആൻഡ് ദ ഫ്ലോർ ഓഫ് ദ നാസൽ ക്യാവിറ്റി, സെയിം ഈ പാലേറ്റ് ആണ് നമ്മൾ എന്തിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത്, നാസൽ ക്യാവിറ്റിയുടെ ഫ്ലോർ എന്ന് പറയുന്നത്. നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ അവിടെ നാസൽ ക്യാവിറ്റി പഠിച്ചു. അപ്പം നാസൽ ക്യാവിറ്റിയുടെ ഫ്ലോറും ഓറൽ ക്യാവിറ്റിയുടെ റൂഫും, അപ്പം അതായത് ഇവിടെ നാസൽ ക്യാവിറ്റി, ഇവിടെ ഓറൽ ക്യാവിറ്റി, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് പാലേറ്റ് കാണപ്പെടുന്നത്. സോ നാസൽ ക്യാവിറ്റിയുടെ ഫ്ലോറും ഓറൽ ക്യാവിറ്റിയുടെ റൂഫുമാണ് പാലേറ്റ് എന്ന് പറയുന്നത്. ദിസ് പാലേറ്റ് സെപ്പറേറ്റ്സ് the nasal cavities and nasopharynx from the oral cavity. ഓറൽ ക്യാവിറ്റിയിൽ നിന്നും നമ്മുടെ നാസോഫാരിങ്സിനെയും നാസൽ ക്യാവിറ്റിയും, നാസോഫാരിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൗത്ത് കഴിഞ്ഞ് തൊട്ട് താഴെ വരുന്ന ഭാഗമാണ് നാസോഫാരിങ്സ്. അതിൻ്റെ തൊട്ട് പിന്നിലുള്ള ഭാഗം നാസോഫാരിങ്സ്, ഫാരിങ്സിൻ്റെ ഒരു പാർട്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും ഫാരിങ്സ് എന്താണെന്നുള്ളത്.
അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നാസോഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാസൽ ക്യാവിറ്റിയും നാസോഫാരിങ്സിനെയും നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ പാലേറ്റ് എന്നുള്ള ഈ പാർട്ടാണ്. അപ്പോൾ പാലേറ്റ് 2 റീജിയനാണുള്ളത്. ദ പാലേറ്റ് കൺസിസ്റ്റ് ഓഫ് 2 റീജിയൻസ്. ഏതൊക്കെയാണ്? ആൻറ്റീരിയർ 2/3 ഓർ ബോണി പാർട്ട്. അപ്പം ഞാൻ തൊട്ട് മുമ്പേ കാണിച്ച പിക്ചറിൽ തന്നെ നമ്മൾ ഈ ഫ്രണ്ട് സൈഡ് കാണപ്പെടുന്ന മൊത്തത്തിലുള്ള പാലേറ്റിൻ്റെ 2/3 ഭാഗവും ഒന്നുകൂടി ഒന്ന് മാച്ചിട്ട് കാണിക്കാം. ടോട്ടലി ഉള്ള ഇത് മുതൽ ഇതുവരെയാണ് പാലേറ്റ് വരുന്നത്. ഇതിൽ 2/3 ഭാഗം ആൻറ്റീരിയർലി ഇത് മുതൽ ഇതുവരെയുള്ള ആൻറ്റീരിയർലി 2/3 പാർട്ട് എന്ന് പറയുന്നത് ബോണിയാണ്. കാരണം ബോൺസ് ആണ് അവിടെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അതിന് ആ ബോണി പാർട്ടാണ് ഫസ്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർഡ് പാലേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെന്ന് പറയുന്നത് ദ മൊബൈൽ മീൻസ് ഇറ്റ് ക്യാൻ മൂവബിൾ. ഓക്കെ, മൂവബിൾ മൊബൈൽ പോസ്റ്റീരിയർ സൈഡിൽ 1/3 ബാക്കിലുള്ള 1/3 ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഒരു ഭാഗം, ഓക്കെ, ഇത്രയും ഭാഗം, ഇതാണ് 1/3 എന്ന് പറയുന്നത്. ബാക്കിലുള്ള 1/3 ഓർ അതെന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്? ഫൈബ്രോ മസ്കുലാർ പാർട്ട്. ഇവിടെ ആൻറ്റീരിയർ 2/3 എന്ന് പറയുന്ന ബോണി പാർട്ടാണെങ്കിൽ പോസ്റ്റീരിയർ 1/3 ഫൈബ്രോ മസ്കുലാർ പാർട്ടാണ്. ഇറ്റ് ഈസ് സോഫ്റ്റ്, മൂവബിൾ. സോ ഇറ്റ് ഈസ് നോൺ ആസ് സോഫ്റ്റ് പാലേറ്റ്. ഓക്കെ, ഫസ്റ്റ് ആൻറ്റീരിയർ പാർട്ട് ഹാർഡ് പാലേറ്റും പോസ്റ്റീരിയർ പാർട്ട് സോഫ്റ്റ് പാലേറ്റും. ക്ലിയർ? ഇനി നമുക്ക് അതിൻ്റെ ഹാർഡ് പാലേറ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. അത് കഴിഞ്ഞ് സോഫ്റ്റ് പാലേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്ന കാര്യമാണ്. പാലേറ്റ് എന്ന് മാത്രം പറഞ്ഞിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഹാർഡ് പാലേറ്റ് സോഫ്റ്റ് പാലേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം, അല്ലേ? അങ്ങനെ ചോദിക്കാവുന്ന, കാരണം സിമിലർ ആയിട്ടുള്ള വേർഡ്സ് വരുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഹാർഡ് പാലേറ്റ്. ദ ഹാർഡ് പാലേറ്റ് ഈസ് ഫോംഡ് ബൈ ദ പാലറ്റൈൻ പ്രോസസ്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട്, ഈ ബോണി പാർട്ട് എന്ന് പറയുന്ന ഹാർഡ് പാലേറ്റ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പാലറ്റൈൻ പ്രോസസ് ഓഫ് മാക്സില്ല. നമ്മുടെ മുഖത്തിൻ്റെ വായുടെ അല്ലെങ്കിൽ മുഖത്തിൻ്റെ മുകളിലുള്ള ഇവിടുത്തെ ബോണിനെ പറയുന്നതാണ് മാക്സില്ല. താഴെയുള്ള ബോണിനെ പറയുന്ന പേരാണ് മാൻഡിബിൾ. ഓക്കെ, മാക്സില്ല ആൻഡ് മാൻഡിബിൾ. ഓക്കെ, ഇവിടെ ഉള്ളത് മുകളിലുള്ളത് മാക്സില്ല. അപ്പോൾ ഈ മാക്സില്ല നമ്മൾ സ്കെലറ്റൽ സിസ്റ്റം പഠിക്കുമ്പോൾ അവിടെ അതിൻ്റെ പാർട്സുകൾ പഠിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ഈ മാക്സില്ല എന്ന ബോണിൻ്റെ പാലറ്റൈൻ പ്രോസസ്സ്, പിന്നെ പാലറ്റൈൻ ബോൺസിൻ്റെ പ്രോസസ്സ്, ഹൊറിസോണ്ടൽ പ്രോസസ്സ്, അവിടെയുള്ള 2 നമ്മുടെ ഫേസിൽ വരുന്ന ബോണുകളാണ് ഇതൊക്കെ. മാക്സില്ല എന്ന് പറഞ്ഞാലും പാലറ്റൈൻ ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ ഈ പാലറ്റൈൻ ബോണിൻ്റെ പ്രോസസ്സ് ഹൊറിസോണ്ടൽ പ്രോസസ്സും പിന്നെ മാക്സില്ലയുടെ പാലറ്റൈൻ പ്രോസസ്സും, ഈ 2 ബോണുകളാണ് 2 തരത്തിലുള്ള ബോണുകളാണ് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഹാർഡ് പാലേറ്റിലെ ബോണി പാർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ക്ലിയർ? ഏതൊക്കെയാണ്? പാലറ്റൈൻ പ്രോസസ് ഓഫ് മാക്സില്ല ആൻഡ് ഹൊറിസോണ്ടൽ പ്രോസസ് ഓഫ് പാലറ്റൈൽ ബോൺ. അപ്പം നമ്മൾ ഈ ബോണുകൾ നിങ്ങൾക്ക് ന്യൂ ആയിരിക്കും, അത് നമ്മൾ സ്കെലറ്റൽ സിസ്റ്റത്തിൽ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് ആൻറ്റീരിയർലി ആൻഡ് ലാറ്ററലി. നമ്മുടെ ഹാർഡ് പാലേറ്റിൻ്റെ തന്നെ ആൻറ്റീരിയർലി മീൻസ് ഫ്രണ്ട് സൈഡ്, ലാറ്ററലി മീൻസ് സൈഡ്. ഓക്കെ, ആൻറ്റീരിയർലിയും സൈഡും ഹാർഡ് പാലേറ്റിൽ എന്താണ് കാണുന്നത്? നമ്മുടെ പല്ലാണ് കാണുന്നത്. പല്ല് നമ്മുടെ മുകളിൽ നമ്മുടെ മുഖം വെച്ചിട്ട് നോക്കുക, റൂഫിൻ്റെ നമ്മുടെ ഹാർഡ് പാലേറ്റ് മുകളിലാണ് കാണുന്നത്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ പല്ല് കാണുന്ന ഭാഗമാണ്. അവിടെ എവിടെയാണ് പല്ല് കാണുന്നത്? ഗംസിലാണ്. ഗംസ് എന്ന് പറയുമ്പോൾ അത് എന്തിനെ കവർ ചെയ്തിരിക്കുന്നതാണ്? ആൽവിയോലാർ പ്രോസസ് എന്നുള്ള ബോണി പാർട്ട് കവർ ചെയ്തുകൊണ്ടാണ് ഗംസ് കാണപ്പെടുന്നത്. അതാണ് നമ്മുടെ ഈ ഹാർഡ് പാലേറ്റിൻ്റെ ഫ്രണ്ട് സൈഡും ലേറ്ററൽ സൈഡും എന്ന് പറയുന്നത്. ഇനി പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ഹാർഡ് പാലേറ്റിൻ്റെ പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ പോസ്റ്റീരിയർ അതല്ല, അതിന് മുന്നേ ജസ്റ്റ് വേറുന്നുണ്ട്. പോസ്റ്റീരിയർ ടു ദ സെൻട്രൽ ഇൻസിസർ ടീത്ത് ദർ ഇസ് ആൻ ഇൻസിസീവ് ഫൊറാമൻ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റിയാൽ ഇതൊന്നും ഓർത്തിരിക്കുക, കാരണം ഒൺവേർഡ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാവുന്നതല്ല, ഒരു അഡീഷണൽ ഇൻഫർമേഷനും കൂടെയാണ്. അതായത് നമ്മുടെ പല്ല് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സെൻട്രൽ ഇൻസിസേഴ്സ്, നടുക്കുള്ള സെൻട്രൽ ഇൻസിസേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ പോസ്റ്റീരിയർ സൈഡ് ഒരു പിക്ചറിൽ കാണാൻ പറ്റുമെന്നല്ല. അപ്പോൾ ഇതാണ് സെൻട്രൽ ഇൻസിസേഴ്സ്. ഇതാണ് സെൻട്രൽ ഇൻസിസേഴ്സ്. സെൻട്രൽ ഇൻസിസേഴ്സിൻ്റെ പോസ്റ്റീരിയർ സൈഡ്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത്, ഇതിനുള്ളിൽ ഈ ഒരു ഭാഗത്ത് കേട്ടോ. അപ്പോൾ സെൻട്രൽ ഇൻസിസേഴ്സിൻ്റെ പോസ്റ്റീരിയർ സൈഡ് ദർ ഈസ് ആൻ ഇൻസിസീവ് ഫൊറാമൻ. ഫൊറാമൻ മീൻസ് നമ്മുടെ സ്കള്ളിലെ അല്ലെങ്കിൽ ഫേഷ്യൽ ബോൺസിലെ അല്ലെങ്കിൽ സ്കള്ളിലുള്ള ബോണിൽ ചെറിയ ചെറിയ ഹോളുകൾ കാണാറുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഫൊറാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മുടെ ഈ ഒരു സെൻട്രൽ ഇൻസിസേഴ്സിൻ്റെ
ബാക്ക് സൈഡ്, നമ്മുടെ നടുക്കുള്ള പല്ലിൻ്റെ, നമ്മുടെ ഫ്രണ്ട് സൈഡിൽ സെൻട്രലായിട്ട് കാണപ്പെടുന്ന പല്ലാണ് സെൻട്രൽ ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ഈ ഒരു ഗം നമുക്ക് കാണാൻ പറ്റത്തില്ല, അവിടെ മസിൽസിനുള്ളിൽ അവിടെ ആ മ്യൂക്കസ് മെമ്പറൈൻ എല്ലാം മാറിക്കഴിഞ്ഞാൽ അവിടുത്തെ ബോണി പാർട്ടിനുള്ളിൽ ഒരു ചെറിയൊരു ഹോളുണ്ട്. അതിനെയാണ് പറയുന്നത് ഫൊറാമൻ, ഇൻസിസീവ് ഫൊറാമൻ എന്ന് പറയുന്നത്. അത് എങ്ങോട്ട് ലീഡ് ചെയ്യുന്നു വെച്ചാൽ ഇൻസിസീവ് കനാൽ എന്നുള്ള പാർട്ടിലോട്ടാണ് പോകുന്നത്. ഇൻസിസീവ് കനാൽ എന്നാണ് അത് പോകുന്ന ആ ഒരു ഹോള് അല്ലെങ്കിൽ ആ ഒരു ഫൊറാമൻ എങ്ങോട്ട് ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കനാൽ, ഒരു ട്രാക്റ്റ് ഉണ്ട്. അതിനാണ് ഇൻസിസീവ് കനാൽ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഇൻസിസീവ് കനാൽ അല്ലെങ്കിൽ നമ്മുടെ ബോണിലുള്ള, നമ്മുടെ സ്കള്ളിലുള്ള ഏതൊരു ഫൊറാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ the transmission of some nerves or some arteries. ഏതെങ്കിലും നെർവുകളോ ഏതെങ്കിലും ആർട്ടറികളോ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോണിലുള്ള അല്ലെങ്കിൽ സ്കള്ളിലുള്ള പല ഹോളുകളും കാണപ്പെടുന്നത്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ പഠിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ സെൻട്രൽ ഇൻസിസറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ അപ്പർ ഹാർഡ് പലേറ്റ് മുകളിലുള്ളതാണ് പറയുന്നത് കേട്ടോ, മുകളിലുള്ളതാണ് പറയുന്നത്, താഴെയല്ല, മുകളിലാണ്. സെൻട്രൽ ഇൻസിസസിൻ്റെ ബാക്ക് സൈഡായിട്ടൊരു ഹോളുണ്ട്. അതിന് ഇൻസിസീവ് ഫൊറാമൻ എന്നാണ് പറയുന്നത്. അത് എങ്ങോട്ട് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻസിസീവ് കനാലിലോട്ട് പോകുന്നു. ഈ കനാൽ, ഇൻസിസീവ് കനാൽ എന്ന് പറഞ്ഞാൽ അതിനകത്തു കൂടിയാണ് നമ്മുടെ നാസോ പാലറ്റൈൻ നെർവും സ്പീനോ പാലറ്റൈൻ ആർട്ടറിയും, അതായത് നമ്മുടെ മുകിലോട്ടും വായിലോട്ടും നമ്മുടെ ഫേസിലോട്ട് വരുന്ന നെർവ്സും ആർട്ടറിയുമാണ് ഇതൊക്കെ. അപ്പോൾ ഈ നാസോ പാലറ്റൈൻ നെർവും സ്ഫീനോ പാലറ്റൈൻ ആർട്ടറിയും ഈ ഒരു ഇൻസിസീവ് കനാൽ വഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഇതെവിടെയാണ് കാണുന്നത്? നമ്മുടെ ഹാർഡ് പലേറ്റിൻ്റെ ആൻറ്റീരിയർ സൈഡായിട്ട്, അതായത് നമ്മുടെ സെൻട്രൽ ഇൻസിസേഴ്സിൻ്റെ പോസ്റ്റീരിയറിൽ. മനസ്സിലായോ? അപ്പർ ജോയില് സെൻട്രൽ ഇൻസിസറിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു കനാൽ കാണുന്നു. അതിലൂടെയാണ് എന്ത് പോകുന്നത്? നാസോ പാലറ്റൈൻ നെർവും സ്പീനോ പാലറ്റൈൻ ആർട്ടറി മീൻസ് അവിടെ കൊടുക്കുന്ന ബ്ലഡ് സപ്ലൈ ആണ്. പിന്നെ നെർവ് എന്ന് പറയുമ്പോൾ നെർവ് സപ്ലൈ ആണ്. നെക്സ്റ്റ് അടുത്ത ഒന്നുകൂടെ പറയുന്നുണ്ട്, മീഡിയൽ ടു തേർഡ് മോളാർ ടൂത്ത്. നമ്മുടെ മോളാർ ടൂത്ത് ഉണ്ട്, പ്രീ മോളാർ ടൂത്ത് ഉണ്ട് അല്ലേ, പല്ലുകൾ. അതിൽ മൂന്നാമത്തെ മോളാർ ടൂത്തിൽ അതിൻ്റെ നടുക്കായിട്ട് മീഡിയൽ ടു തേർഡ് മോളാർ ടൂത്ത് ഈസ് ദ ഗ്രേറ്റർ പാലറ്റൈൻ ഫൊറാമൻ. അവിടെയും ഒരു ഹോള് കാണുന്നുണ്ട്. അതിന് എന്താ പറയുന്നത്? ഗ്രേറ്റർ പാലറ്റൈൻ ഫൊറാമൻ എന്നാണ് പറയുന്നത്. അതുവഴിയാണ് പാലറ്റൈൻ നെർവ്, ഗ്രേറ്റർ പാലറ്റൈൻ നെർവും പിന്നെ മറ്റു വെസൽസും എമർജസ് ഫ്രം ഗ്രേറ്റർ പാലറ്റൈൻ കനാലിൽ. ഗ്രേറ്റർ പാലറ്റൈൻ കനാലിൽ നിന്ന് വരുന്ന ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ ഈ ഒരു ഗ്രേറ്റർ പാലറ്റൈൻ ഫൊറാമനിലൂടെ, അതായത് നമ്മുടെ മൂന്നാമത്തെ മോളാർ ടൂത്തിൻ്റെ സെൻട്രലായിട്ട് മിഡിലൂടെയാണിത് എമർജ് ചെയ്യുന്നത്, പാസ് ചെയ്ത് പോകുന്നത്. അത് ജസ്റ്റ് ഓർത്തിരിക്കാൻ പറ്റിയാൽ ജസ്റ്റ് ഓർത്തിരിക്കാം. ഇറ്റ്സ് ആൻ അഡീഷണൽ ഇൻഫർമേഷൻ. നെക്സ്റ്റ് ഹാർഡ് പലേറ്റ് ഈസ് കവേർഡ് ബൈ, നമ്മുടെ മുകളിലുള്ള. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വീണ്ടും ഹാർഡ് പലേറ്റിലോട്ട് വരണം. ഹാർഡ് പലേറ്റിലെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ബോണി പാർട്ടാണ്. ആ ബോണി പാർട്ട് നമ്മൾ തൊടുമ്പോൾ ബോണല്ല നമ്മൾ തൊടുന്നത് അല്ലേ, അത് ജസ്റ്റ് മ്യൂക്കസ് മെമ്പറൈനാണ് തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് അടുത്ത് പറയുന്നത്. ഹാർഡ് പലേറ്റ് ഈസ് കവേർഡ് ബൈ മ്യൂക്കസ് മെമ്പറൈൻ ദാറ്റ് ഈസ് ഫേംലി അറ്റാച്ച്ഡ് ടു ദ ബോൺ. എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോണി പാർട്ടിൽ നന്നായിട്ട് ടച്ച് ചെയ്ത് മെമ്പറൈൻ, മ്യൂക്കസ് മെമ്പറൈൻ അവിടെ ഫിക്സ് ചെയ്ത് കവർ ചെയ്ത് കാണപ്പെടുന്നു. There are numerous mucus secreting palatine glands deep to the mucosa. ഈ നമ്മുടെ ബോണിന് പുറമേ ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന മ്യൂക്കസ് മെമ്പറൈനിൽ എന്തുണ്ട്? മ്യൂക്കസ് സെക്രീറ്റിംഗ് പാലറ്റൈൻ ഗ്ലാൻഡുകൾ, നമ്മുടെ വായ്ക്കകത്ത് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പാലറ്റൈൻ ഗ്ലാൻഡുകൾ, മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻഡുകൾ ഈ നമ്മുടെ ഈ മ്യൂക്കസ് മെമ്പറൈൻ, ഹാർഡ് പലേറ്റിനെ കവർ ചെയ്തുള്ള മ്യൂക്കസ് മെമ്പറൈനിൽ ഒരുപാട് കാണുന്നുണ്ട്. ക്ലിയർ ആയോ? ഹാർഡ് പലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ് പലേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് പാലറ്റൈൻ പ്രോസസ് ഓഫ് മാക്സില്ലയും പ്രോസസ് ഓഫ് പാലറ്റൈൻ ബോണും കൊണ്ടാണ്. ഹാർഡ് പലേറ്റിന് ആൻറ്റീരിയർലിയും ലാറ്ററലിയും പല്ലുകളാണ്, അതായത് ആൽവിയോലർ പ്രോസസ്സും ഗമ്മുമാണ് കാണുന്നത്. പിന്നെ നമ്മുടെ സെൻട്രൽ ഇൻസിസറിൻ്റെ, അപ്പർ ജോയുടെ സെൻട്രൽ ഇൻസിസറിൻ്റെ പോസ്റ്റീരിയർ സൈഡിൽ ഒരു ചെറിയ ഹോൾ ഉണ്ട്. അതെന്ന് പറയുന്നതിന് ഇൻസിസീവ് ഫൊറാമൻ എന്ന് പറയുന്നു. അതുവഴി ഇൻസിസീവ് കനാലിലോട്ടാണ് പോകുന്നത്. ആ ഇൻസിസീവ് കനാലിലൂടെയാണ് നമ്മുടെ നാസോ പാലറ്റൈൻ നെർവും സ്ഫീനോ പാലറ്റൈൻ നെർവും പാസ് ചെയ്ത് പോകുന്നത്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ മോളാർ ടൂത്തിൻ്റെ സെൻറ്ററായിട്ട് ഒരു ഫൊറാമൻ കാണുന്നു. അതിനെ ഗ്രേറ്റർ പാലറ്റൈൻ ഫൊറാമൻ എന്നാണ് പറയുന്നത്. അതുവഴിയാണ് ഗ്രേറ്റർ പാലറ്റൈൻ നെർവും പിന്നെ മറ്റ് വെസലുകളും പാസ് ചെയ്ത് പോകുന്നത്. പിന്നെ ഈ ഹാർഡ് പലേറ്റിനെ കവർ ചെയ്ത് മ്യൂക്കസ് മെമ്പറൈൻ കാണുന്നു. അത് നന്നായിട്ട് ഈ ബോണിൽ അറ്റാച്ച് ചെയ്ത് കാണുന്നു. ഒപ്പം തന്നെ ഈ മ്യൂക്കസ് മെമ്പറൈനിൽ നിന്നും എന്ത് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകളുണ്ട്? മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻഡുകളും കാണപ്പെടുന്നു. ക്ലിയർ?
അപ്പോൾ ഇതാണ് ഹാർഡ് പെലേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് സോഫ്റ്റ് പെലേറ്റ് നോക്കാം. സോഫ്റ്റ് പെലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെലേറ്റിന്റെ പിൻഭാഗം, ബോണി പാർട്ട് കഴിഞ്ഞിട്ട് ബാക്കിലുള്ള സോഫ്റ്റ് പാർട്ടിനെയാണ് സോഫ്റ്റ് പെലേറ്റ് എന്ന് പറയുന്നത്. ദിസ് സോഫ്റ്റ് പെലേറ്റ്. ദ സോഫ്റ്റ് പെലേറ്റ് ഈസ് എ മൂവബിൾ, ഇറ്റ് ക്യാൻ മൂവ്. ഫൈബ്രോമസ്കുലാർ ഫോൾഡിങ്, ചലിക്കാൻ പറ്റുന്ന ഫൈബ്രോമസ്കുലാർ ഫോൾഡിംഗ് ആണ് സോഫ്റ്റ് പെലേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ പോസ്റ്റീരിയർ എഡ്ജ് ഓഫ് ഹാർഡ് പെലേറ്റ്. അപ്പോൾ ഹാർഡ് പെലേറ്റിന്റെ തൊട്ട് പിന്നിലായിട്ടാണ്, ഹാർഡ് പെലേറ്റ് ഇവിടെ അതിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കാണുന്നത്. ദ സോഫ്റ്റ് പെലേറ്റ് ഷോസ് എ കോണിക്കൽ പ്രോസസ് കാൾഡ് ഉവുല. ഓക്കെ, ഇതിൻ്റെ നമ്മുടെ സോഫ്റ്റ് പ്രോസസ്സിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്ന ഈ ഒരു കോണിക്കൽ സർഫസ്, ഈ കോണിക്കൽ സർഫസിനെ എന്ത് പറയുന്നു? ഉവുല, ഉവുല എന്ന് പറയുന്നു. ഉവുല എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ അണ്ണാക്ക എന്ന് പറയും അല്ലേ, അത് തന്നെയാണ് ഉവുല എന്ന് പറയുന്നു. വിച്ച് ഹാങ്സ് ഫ്രം ഇറ്റ്സ് പോസ്റ്റീരിയർ കർവ്ഡ് ഫ്രീ മാർജിൻ, മറ്റൊന്നിലും അറ്റാച്ച് ചെയ്യാതെ ഒരു മഴത്തുള്ളി പോലെ, ഒരു മുന്തിരി പോലെ ജസ്റ്റ് കർവ്ഡ് ആയിട്ട് നമ്മുടെ സോഫ്റ്റ് പെലേറ്റിന്റെ പിന്നിൽ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന പാർട്ടാണ് ഉവുല എന്ന് പറയുന്നത്. ദർ ഇസ് നോ ബോൺ. ഓക്കെ, ലാറ്ററലി സോഫ്റ്റ് പെലേറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ വാൾ ഓഫ് ദ ഫാരിങ്സ്. അതിൻ്റെ സൈഡ് വൈസ് ആണ്, അതിൻ്റെ പിൻഭാഗമാണ് നമ്മളിപ്പോൾ ഉവുല പറഞ്ഞത്. ലാറ്ററലി സൈഡ് വൈസ് ആണെങ്കിൽ നമ്മുടെ ഓറൽ ക്യാവിറ്റി കഴിഞ്ഞ് അടുത്ത പാർട്ടായിട്ടുള്ള ഫാരിങ്സിൻ്റെ സൈഡിലായിട്ടാണ് അറ്റാച്ച് ചെയ്ത് ഈ ഒരു സോഫ്റ്റ് പെലേറ്റ് കാണുന്നത്. സോഫ്റ്റ് പെലേറ്റ് ഫാരിങ്സിൻ്റെ സൈഡുമായിട്ടാണ് അറ്റാച്ച് ചെയ്ത് കാണുന്നത്. അതുപോലെ ഒപ്പം തന്നെ ടങ്ക്, അതിൻ്റെ തൊട്ട് പിന്നിൽ ടങ്കുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഫാരിങ്സ് ബൈ ദ പാലറ്റോഗ്ലോസൽ ആൻഡ് പാലറ്റോഫാരിഞ്ചൽ ആർച്ചസ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, നമ്മുടെ ഫാരിങ്സ് പിന്നെ ടങ്കുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ടങ്കും ഫാരിങ്സും എന്തുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഏത് ആർച്ചസ്? അവിടെ 2 ആർച്ചസ് കാണുന്നുണ്ട്, അത് ആ പിക്ചറിൽ ഞാനിവിടെ കാണിച്ചു തരാം. പാലറ്റോഗ്ലോസൽ ആർച്ച് ആൻഡ് പാലറ്റോഫാരിഞ്ചൽ ആർച്ച്. അതായത് ഹാർഡ് പെലേറ്റും ടങ്കും കൂടി അറ്റാച്ച് ചെയ്യുന്ന ഒരു ആർച്ചും നമ്മുടെ ഫാരിങ്സുമായിട്ട്, ഫാരിങ്സ് ആണ് ഫാരിഞ്ചിയൽ, നമ്മുടെ ഹാർഡ് പെലേറ്റും ഫാരിങ്സും കൂടി അറ്റാച്ച് ചെയ്യുന്ന മറ്റൊരു ആർച്ച്. ജസ്റ്റ് ഒരു മാർക്കിംഗ്, ഒരു ആർച്ച് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, അതിനെയാണ് ഇത് പറയുന്നത്. 2 ആർച്ചുകൾ ഇവിടെ കാണപ്പെടുന്നത്. അത് ഏതൊക്കെയാണ്? പാലറ്റോഗ്ലോസൽ, ഗ്ലോസൽ മീൻസ് ടങ്, നമ്മുടെ ഹാർഡ് പെലേറ്റും ടങ്കും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ആർച്ചും ഹാർഡ് പെലേറ്റും ഫാരിങ്സ് അറ്റാച്ച് ചെയ്യുന്ന ആർച്ചും. അങ്ങനെ 2 ആർച്ചുകൾ ഇവിടെ കാണപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് സോഫ്റ്റ് പെലേറ്റ് എന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫൈബ്രോമസ്കുലർ ഫോൾഡിംഗ് ആണെന്ന്. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ സോഫ്റ്റ് പെലേറ്റ് എന്നുള്ള ഫൈബ്രോമസ്കുലർ ഫോൾഡിംഗ്, ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 5 pairs of muscles. Okay, it is made up of 5 pairs of muscles of soft palate. Okay, what are they? What are the 5 muscles in soft palate? Levator palati, tensor palati. ഇപ്പൊ തന്നെ പഠിച്ചോളുക. Levator palati, tensor palati, palatoglossus, palatopharyngeus, musculus uvulae. Okay, these are the 5 muscles in soft palate. It's very important. കാരണം ഒന്നോട് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ട് സോഫ്റ്റ് പെലേറ്റിൽ വരാത്ത മസിൽ ഏത്, അല്ലെങ്കിൽ സോഫ്റ്റ് പെലേറ്റിൽ വരുന്ന മസിൽ ഏത് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് ലെവേറ്റർ പാലറ്റൈ, ടെൻസർ പാലറ്റൈ 2 പ്രധാനപ്പെട്ടത്. അടുത്തത് പാലറ്റോഗ്ലോസസ്, പാലറ്റോഫാരിഞ്ചിയസ്. നെക്സ്റ്റ് ഉവുളെ വരുന്ന മസിൽസ്, മസ്കുലസ് ഉവുലെ. ദീസ് ആർ ദ 5 മസിൽസ് ഓഫ് സോഫ്റ്റ് പെലേറ്റ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് പറയാനുണ്ട് വാട്ട് ആർ ദ നെർവ്സ് ഓഫ് പാലറ്റ്. പാലറ്റിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവ്സ് ഏതൊക്കെയാണ്? അവിടെ സെൻസറി നെർവും ഉണ്ട്, മോട്ടോർ നെർവും ഉണ്ട്. അതായത് സെൻസറി നെർവ് എന്ന് പറയുമ്പോൾ നമുക്ക് സെൻസേഷൻ തിരിച്ചറിയാൻ സഹായിക്കുന്ന നെർവ്. അവിടെയുള്ള സെൻസറി നെർവ് ഏതാണ് പാലറ്റിലുള്ളത്, അല്ലെങ്കിൽ ഹാർഡ് പാലറ്റിലുള്ള സോഫ്റ്റ് പാലറ്റിലോട്ട് സപ്ലൈ ചെയ്യുന്ന സെൻസറി നെർവ് ഏതാണ്? ഗ്രേറ്റർ ആൻഡ് ലെസ്സർ പാലറ്റൈൻ നെർവ്. ഓക്കെ, ഗ്രേറ്റർ ആൻഡ് ലെസ്സർ പാലറ്റൈൻ നെർവ്, അതാണ് അങ്ങോട്ടുള്ള സെൻസറി നെർവ്. മോട്ടോർ നെർവ് എന്ന് പറയുമ്പോൾ ഈ സോഫ്റ്റ് പലേറ്റിലുള്ള എല്ലാ മസിൽസും ഇന്നർവേറ്റഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഫാരിഞ്ചിയൽ പ്ലക്സസ്. ഓക്കെ, ഫാരിഞ്ചിയൽ പ്ലക്സസ് എന്നുള്ള നെർവ്സും പിന്നെ ഫോംഡ് ബൈ ക്രാനിയൽ പാർട്ട് ഓഫ് ആക്സസറി ആൻഡ് വാഗസ് നെർവ്. ആക്സസറി നമ്മുടെ ക്രാനിയൽ നെർവ്സ്, ബ്രെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നെർവ്സിനാണ് ക്രാനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ നെർവസ് സിസ്റ്റത്തിൽ പഠിക്കും. അതിൽ 2 പ്രധാനപ്പെട്ട നെർവുകളാണ് ആക്സസറി നെർവ്സും വാഗസ് നെർവും. ഈ ആക്സസറി നെർവ്സും വേഗസ് നെർവിൻ്റെയും നിന്നുള്ള വരുന്ന ചെറിയ ബ്രാഞ്ചസ് നെർവ്സ് ആണ് ഫാരിഞ്ചിയൽ പ്ലക്സസ് എന്ന് പറയുന്നത്. ഈ ഫാരിഞ്ചിയൽ പ്ലക്സസ് നമ്മുടെ ഹാർഡ് പെലറ്റിലും സോഫ്റ്റ് പെലറ്റിലും സപ്ലൈ ചെയ്യുന്നത്.
പിന്നെ മറ്റൊരു എക്സെപ്ഷണൽ കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ 5 മസിലിൽ ടെൻസർ പാലറ്റൈ എന്ന് പറയുന്ന ഈ മസിൽ മാത്രം മറ്റൊരു നെർവ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് മാൻഡിബുലാർ നെർവ്. നമ്മുടെ മാൻഡിബുലാർ നെർവ്, മാൻഡിബിളിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന നെർവാണ് മാൻഡിബുലാർ നെർവ്. ആ മാൻഡിബുലാർ നെർവിൽ നിന്നുള്ള ബ്രാഞ്ചാണ് ടെൻസർ പാലറ്റൈയിലോട്ട് സപ്ലൈ ചെയ്യുന്നത്. ബാക്കിയുള്ള 4 മസിലിലും ഫാരിഞ്ചിൽ പ്ലെക്സസുമാണ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനമായിട്ട് പാലറ്റിൽ പഠിക്കാനുള്ള. ആദ്യം നമ്മൾ പാലറ്റ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ 2 പാർട്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അവ ഓരോന്നായിട്ട് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ വീഡിയോ ജസ്റ്റ് ബാക്കിലോട്ട് എടുത്ത് പാലറ്റ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഒന്നുകൂടി ഒന്ന് കേൾക്കാം. ഷോർട്ട് നോട്ട്സ് ഒന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓർഗനാണ് ടങ്. മറ്റൊരു 5 മാർക്കിൻ്റെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടങ് എന്ന് പറയുന്നത്, നമ്മുടെ നാവ്. ഓക്കെ, ദ ടങ് ആൻഡ് അതർവൈസ് നോൺ ആസ് ലിംഗ്വ ഓർ ഗ്ലോസ. അപ്പോൾ ഈ ലിംഗ്വ ഗ്ലോസ എന്നുള്ള വേർഡ് വരുമ്പോൾ തന്നെ നിങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ടങ്. ഇറ്റ്സ് എ ഹൈലി മൊബൈൽ മസ്കുലാർ ഓർഗൻ. ടങ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ, നമ്മുടെ ഓർഗനാണ്. ക്യാൻ വാരി ഗ്രേറ്റ്ലി ഇൻ ഷേപ്പ്. അതിൻ്റെ സൈസും ഷേപ്പും എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മൂവബിൾ ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് പാർഷ്യലി ഇൻ ദ മൗത്ത് ആൻഡ് പാർഷ്യലി ഇൻ ദ ഓറോഫാരിങ്സ്. ടങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൗത്തിൽ മാത്രമായിട്ടല്ല, അതിൻ്റെ പകുതി ഭാഗം ഉള്ളിലോട്ട് നമ്മുടെ ഓറോഫാരിങ്സ്, അതായത് ഫാരിങ്സിൻ്റെ 2ാമത്തെ പാർട്ടാണ് നാസോ ഫാരിങ്സ് കഴിഞ്ഞ് തൊട്ട് താഴെയാണ് ഓറോഫാരിങ്സ് എന്ന് പറയുന്നത്. ആ ഭാഗം വരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടങ് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. ടങ് അതർവൈസ് നോൺ ആസ് ലിംഗ്വ അല്ലെങ്കിൽ ഗ്ലോസ. ഇറ്റ് ഈസ് ഹൈലി മസ്കുലാർ ഓർഗൻ, മൊബൈൽ മസ്കുലാർ ഓർഗൻ ആൻഡ് ക്യാൻ വേരി ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ മൂവ്മെന്റ്സ്. And partial tongue is found in mouth and partial tongue found in oropharynx. ഇനി പാർട്സ് ഓഫ് ടങ്. ടങ്ങിന് ഒരു റൂട്ട് ഉണ്ട്, ഒരു ബോഡി ഉണ്ട്, ഒരു ടിപ്പ് ഉണ്ട്, ഒരു ഡോർസൽ സർഫസും ഒരു വെൻട്രൽ സർഫസും 2 ലാറ്ററൽ ബോർഡറുകളും ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ സാമ്പിൾ വരയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ ടങ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇതിൽ ഒരു റൂട്ടുണ്ട്, ഒരു ബോഡിയുണ്ട്, ഒരു ടിപ്പുണ്ട്. ക്ലിയർ? അടുത്തത് ഡോർസൽ സർഫസ് ഉണ്ട്, ഇതിൻ്റെ അടിഭാഗം വെൻട്രൽ സർഫസ് ഉണ്ട്, പിന്നെ ഈ 2 സൈഡ് ലാറ്ററൽ ബോർഡർ ഉണ്ട്. ഇത്രയുമാണ് പാർട്സ് ഓഫ് ദ ടങ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? റൂട്ട്, ബോഡി, ടിപ്പ്, ഡോർസൽ സർഫസ്, വെൻട്രൽ സർഫസ്, ലാറ്ററൽ ബോർഡേഴ്സ്. ഫസ്റ്റ് വൺ നമുക്ക് ഡോർസൽ സർഫസ് നോക്കാം. ദ ഡോർസൽ സർഫസ് ഓഫ് ടങ് ഈസ് കവേർഡ് ബൈ mucous membrane, a V-shaped groove. The sulcus terminalis divide this surface into anterior 2/3 or palatine part and the posterior 1/3 or pharyngeal part. നമുക്ക് ടങ്ങിൻ്റെ പിക്ചർ ഒന്ന് നോക്കാം. നിങ്ങൾ പിക്ചർ വരച്ച് പഠിക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ടങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു സാമ്പിൾ പിക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വി ഷേപ്ഡ് പാർട്ട്. സോ നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള പാർട്ടാണ് ഡോർസൽ സർഫസിൽ, ഈ ഒരു ഫ്രണ്ടിലുള്ള പാർട്ടും ഇത് ബാക്ക് പോസ്റ്റീരിയർ സൈഡ്, ഇത് നമ്മുടെ ടങ്ങിൻ്റെ ഫ്രണ്ട് പാർട്ടും ഇത് ബാക്ക് പാർട്ടും ഒക്കെ. ഇതാണ് ഈ ഒരു വി ഷേപ്ഡ് ആർച്ച് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാവ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ സർഫസിനെയാണ് ഡോർസൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫീച്ചേഴ്സാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് കവേർഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ. യെസ്, ഇറ്റ് ഇസ് കവേർഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ. അവിടെ ഒരു വി ഷേപ്ഡ് ഗ്രൂവ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ടങ്ങിനെ തന്നെ ഫ്രണ്ട് സൈഡ് ആ ഡോർസൽ സർഫസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻറ്റീരിയർ 2/3 അതിനെ പാലറ്റൈൻ പാർട്ട് എന്ന് പറയുന്നു, പോസ്റ്റീരിയർ 1/3 ഫാരിഞ്ചൽ പാർട്ട്, ഫാരിങ്സിന്റെ ഭാഗം എന്നും പറയുന്നു. അറ്റ് ദ എപെക്സ് ഓഫ് ദ വി ഈസ് ദ സ്മോൾ foramen cecum. ഓക്കെ, എപെക്സ് ഓഫ് ദ വി, ദാറ്റ് ഈസ് സ്മോൾ foramen cecum. ഈ പിക്ചറിൽ അത് കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. എപെക്സ് ഓഫ് വിയുടെ ആ ഒരു വി ഷേപ്പ് വരുന്നതിൻ്റെ അവിടെ ഒരു foramen cecum കാണുന്നു. എ ഷാലോ മീഡിയൻ ഗ്രൂവ് extend from the tip to foramen cecum, dividing the anterior 2/3 into right and left. This clearly we can identify. This is foramen cecum. This is central part. This is foramen cecum.
ഹിയർ വി ക്യാൻ സീ വൺ സ്മോൾ ഡിവിഷൻ, ഒരു ഗ്രൂവ്, ഒരു വിടവ് അല്ലെങ്കിൽ ഒരു ഫിഷർ പോലെ നമുക്കവിടെ കാണാൻ പറ്റും. എല്ലാവരുടെയും നാവിലുണ്ട് അല്ലേ. ആ ഒരു ഫിഷർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു മീഡിയൻ ഗ്രൂവ് എന്ത് ചെയ്യുന്നു, നമ്മുടെ നാക്കിനെ ഫ്രണ്ടിൽ റൈറ്റും ലെഫ്റ്റും എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ക്ലിയർ? ആൻറ്റീരിയർലി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ആൻറ്റീരിയർ 2/3 ഓഫ് ദ ഡോർസം ഓഫ് ദ ടങ് ഈസ് റഫ്. ഓക്കെ, മ്യൂക്കസ് അതായത് നമ്മുടെ ഫ്രണ്ട് ആൻറ്റീരിയർ 2/3 എന്ത് ചെയ്യുന്നു ഭാഗം എന്ന് പറയുമ്പോൾ റഫ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് പാപ്പില്ലേ. നമ്മുടെ ടങ്ങിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മളിങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, വളരെ റഫാണ്. കാരണം അവിടെ എന്തുണ്ട്, പാപ്പില്ലേസ് കാണപ്പെടുന്നുണ്ട്, ചെറിയ ചെറിയ പ്രൊജക്ഷൻസ്. ഒരു അതുള്ളത് കൊണ്ട് നമുക്ക് ടങ് തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് റഫാണെന്ന് നമുക്ക് തോന്നും, ബിക്കോസ് ഓഫ് ദ presence of papillae. Mucous membrane of posterior on the tongue shows collection of lymphoid tissue called lingual tonsils. നമ്മുടെ ഈ ഡോർസൽ സർഫസിന്റെ തൊട്ട് ബാക്ക് ഭാഗം, അത് ഈ ഒരു ഭാഗം നമ്മൾ തൊട്ട് ബാക്ക് പിന്നിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലിംഫോയിഡ് ടിഷ്യൂസ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, ടോൺസിൽസ് എന്നാണ് പറയുന്നത്. അതിനെന്താ പറയുന്നത്, ടോൺസിൽ, പാലറ്റൈൻ ടോൺസിൽ, ലിംഗ്വൽ ടോൺസിൽ, അങ്ങനെ പല ലിംഫോയിഡ് ടിഷ്യൂസ് ആണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആകണ്ട. നാവ് എന്ന് പറയുമ്പോൾ വളരെ മൂവബിൾ ആയിട്ടുള്ള ഒരു മസ്കുലാർ ഓർഗനാണ്. സൈസും ഷേപ്പും ഒക്കെ മാറാൻ കഴിവുള്ള ഒരു മസ്കുലാർ ഓർഗനാണ്. നാവിനുള്ളിലാണ് വായ്ക്കുള്ളിൽ, ഓറൽ ക്യാവിറ്റിക്കകത്തുള്ളിലാണ് കാണുന്നത്. അതിൻ്റെ ആൻറ്റീരിയർ 2/3 മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ ഓറൽ ക്യാവിറ്റിക്കകത്തും. ബാക്കിയൊരു 1/3 എന്ന് പറഞ്ഞാൽ ഫാരിങ്സിൻ്റെ ഭാഗത്തുമാണ് കാണുന്നത്. ഇവിടെ ഒരു വി ഷേപ്ഡ് ഗ്രൂവ് നമ്മുടെ ടങ്ങിനെ ആൻറ്റീരിയറും പോസ്റ്റീരിയറുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ആൻറ്റീരിയറിൽ ഇവിടെയുള്ള ഈ ഒരു സെൻട്രൽ ഒരു ഹോൾ ഉണ്ട്, അതിനെ ഫൊറാമൻ സീക്കം എന്ന് പറയുന്നു. ഫൊറാമൻ സീക്കത്തിൽ നിന്ന് ഫ്രണ്ട് ഇങ്ങനെ ടിപ്പ് വരെ കാണുന്ന ഒരു ഡിവിഷൻ, ഒരു ഗ്രൂവ് കാണപ്പെടുന്നു. അതിങ്ങനെ നമ്മുടെ ആൻറ്റീരിയർ ടങ്ങിനെ എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് റൈറ്റും ലെഫ്റ്റുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഭാഗത്ത് നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് റഫാണ്. കാരണം എന്തുണ്ട്, അവിടെ നിറയെ പാപ്പില്ലേസ് ഉണ്ട്. പക്ഷേ പോസ്റ്റീരിയർ ഭാഗത്തെ ടങ്കിൽ എന്തുണ്ട്, ലിംഫോയിഡ് ടിഷ്യൂസ് കാണപ്പെടുന്നു. അവയെ നമ്മൾ ടോൺസിൽസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അവ ഏതൊക്കെ രണ്ട് ടൈപ്പ് ടോൺസിലാന്നുള്ളത് അടുത്ത് പറയാം. ഓക്കെ, ക്ലിയർ? ഇനി വെൻട്രൽ സർഫസ്, നമ്മുടെ നാവ് നമ്മൾ ഉയർത്തിക്കഴിഞ്ഞാൽ നാവിനടിയിൽ കാണപ്പെടുന്ന ഭാഗം, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. വെൻട്രൽ സർഫസ് ഓഫ് ദ ടങ് ഈസ് കവേർഡ് ബൈ സ്മൂത്ത് മ്യൂക്കസ് മെംബ്രെയിൻ. ഒക്കെ നമ്മുടെ നാവിൻ്റെ മുകൾ ഭാഗം ഡോർസൽ സർഫസ് റഫാണ് ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് പാപ്പില്ലേ. പക്ഷെ അതിൻ്റെ അടിഭാഗം വെൻട്രൽ സർഫസ് എന്ന് പറയുന്നത് അവിടെ എന്തില്ല, അവിടെ പാപ്പില്ലേ അവിടെ ഇല്ല, ഡിവോയിഡ് ഓഫ് പാപ്പില്ലേ ആണ്. അവിടെ പാപ്പില്ലേ കാണുന്നില്ല, പകരം എന്താണ്, സ്മൂത്ത് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. പക്ഷേ അതിൻ്റെ നടുഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന, നാവ് ഉയർത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഫോൾഡിങ് ഉണ്ട്. നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ തെർമോമീറ്റർ ഒക്കെ വയ്ക്കുന്ന മീഡിയം മ്യൂക്കസ് ഫോൾഡ് ഉണ്ട്. നടുഭാഗത്ത് ഒരു മ്യൂക്കസ് ഫോൾഡിംഗ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഫ്രെനുലം ലിംഗ്വേ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രെനുലം ലിംഗ്വേ. സബ് ലിംഗ്വലി എന്ന് പറയുന്ന ഡ്രഗ്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. അവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു നമ്മുടെ ഫ്ലോർ ഓഫ് ദ മൗത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടങ്ങിൻ്റെ അടിഭാഗം എന്ന് പറയുന്ന ഭാഗത്ത് കാണുന്ന ഒരു മ്യൂക്കസ് ഫോൾഡിങ്, അതിനെ പറയുന്ന പേരാണ് ഫ്രെനുലം ലിംഗേ. എന്ത് ചെയ്യുന്നു? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അവിടെ നമ്മുടെ ടങ്ങിൽ പറയാനുള്ളത്. ഇനിയുണ്ട് ടങ്ങിൻ്റെ മസിൽസ് ആണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. നമുക്കത് നോക്കാം. മസിൽസ് ഓഫ് ടങ്. നമ്മളപ്പോൾ എക്സ്റ്റേണൽ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. അതിനൊരു റൂട്ടും ഒരു ബോഡിയും ഒരു ടിപ്പും രണ്ട് ലാറ്ററൽ ബോർഡറും രണ്ട് സർഫസ്, ഡോർസൽ സർഫസും വെൻട്രൽ സർഫസും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നമുക്ക് വെൻട്രൽ സർഫസും ഡോർസൽ സർഫസും അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി ഈ ടങ് നിർമ്മിച്ചിരിക്കുന്ന മസിൽസുകൾ ഏതൊക്കെ? മസിൽസ് ഓഫ് ദ ടങ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു 2 പാർട്സ്. മെയിനായിട്ട് 2 തരത്തിലുള്ള ഗ്രൂപ്പ് മസിൽസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇൻട്രിൻസിക് മസിൽസ്, സെക്കൻഡ് വൺ എക്സ്ട്രിൻസിക് മസിൽസ്. Okay, first one, intrinsic muscles means median fibrous septum divides the tongue into right and left halves. Each half has 4 intrinsic muscles. നമ്മുടെ ടങ്ങിനെ രണ്ടായിട്ട് സെൻട്രലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ഹാഫും ലെഫ്റ്റ് ഹാഫും ഉണ്ട്. അതിൽ ഓരോ ഹാഫിലും 4 ഇൻട്രിൻസിക് മസിൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ഇൻട്രിൻസിക് മസിൽസ്? സുപ്പീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ, ഇൻഫീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ, ട്രാൻസ്വേഴ്സ് മസിൽ, വെർട്ടിക്കൽ മസിൽസ്. റൈറ്റ് ഹാഫിലുമുണ്ട് ലെഫ്റ്റ് ഹാഫിലുമുള്ള 4 ഇൻട്രിൻസിക് മസിൽസ്. അപ്പോൾ അറിഞ്ഞിരിക്കുക. അപ്പം ചിലപ്പോൾ ഓപ്ഷനിൽ പറഞ്ഞിട്ട് ഇൻട്രിൻസിക് മസിൽ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മസിൽ ആയിട്ടുള്ള ടങ്ങിൻ്റെ മസിൽസ് ഏത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നിങ്ങളിത് പഠിച്ചിരിക്കണം. ഓക്കെ, മസിൽസ് ഓഫ് ടങ് ഏതൊക്കെയാണ്?
ഇൻട്രൻസിക്കും എക്സ്ട്രിൻസിക്കും ഉണ്ട്. അതിൽ ഇൻട്രൻസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടങ്കിന്റെ റൈറ്റ് ഹാഫിലും ലെഫ്റ്റ് ഹാഫിലും കാണുന്ന 4 ഇൻട്രൻസിക് മസിലാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സുപ്പീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ, ഇൻഫീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ, ട്രാൻസ്വേഴ്സ് മസിൽ, വെർട്ടിക്കൽ മസിൽ. നെക്സ്റ്റ് എക്സ്ട്രിൻസിക് മസിൽസ് ഓഫ് ദ ടങ് ആണ് ജെനിയോഗ്ലോസസ്, ഹയോഗ്ലോസസ്, സ്റ്റൈലോഗ്ലോസസ്, palatoglossous. These are the 4 extrinsic muscles of the tongue. What are they? Genioglossus, hyoglossus, styloglossus, palatoglossous. These are the 4 extrinsic muscles of tongue. Okay. ഇനി നമ്മുടെ ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈ, ലിംഫാറ്റിക് സപ്ലൈ ടു ദ ടങ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നെർവ് സപ്ലൈ. മോട്ടോർ നെർവ് സപ്ലൈ ഉണ്ട്, സെൻസറി. കാരണം നമ്മുടെ ടങ് എന്ന് പറയുമ്പോൾ സെൻസേഷനും തിരിച്ചറിയും ചലിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് 2 തരത്തിലുള്ള നെർവ്സും അവിടെയുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. All the intrinsic and extrinsic muscles of the tongue except palatoglossous are supplied by hypoglossal nerve. Cranial nerve ആണ്. ക്രാനിയൽ നെർവ് നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ക്രാനിയൽ നെർവ്സിൽ നിന്നുള്ള ഒരു നെർവാണ് ഹൈപ്പോഗ്ലോസൽ നെർവ്. അത് തന്നെയാണ് നമ്മുടെ ടങ്ങിൽ സപ്ലൈ ചെയ്യുന്നത്. ദ പാലറ്റോഗ്ലോസസ് ഈസ് സപ്ലൈഡ് ബൈ വാഗസ് നെർവ്. നമ്മുടെ മറ്റൊരു ക്രാനിയൽ നെർവാണ് വാഗസ് നെർവ് എന്ന് പറഞ്ഞാൽ 10th ക്രാനിയൽ നെർവ്. അപ്പോൾ ഈ വാഗസ് നെർവാണ് പാലറ്റോഗ്ലോസസ് എന്നുള്ള മസിൽ സപ്ലൈ ചെയ്യുന്നത്. ദിസ് ഈസ് മോട്ടോർ നെർവ് സപ്ലൈ. ഇനി അടുത്ത ഏതാണ്? സെൻസറി നെർവ് സപ്ലൈ ഉണ്ട്. ടങ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ആൻറ്റീരിയർ 2/3 ആൻഡ് പോസ്റ്റീരിയർ 1/3. ഇൻ ദ ആൻറ്റീരിയർ 2/3 ഓഫ് ദ ടങ് ഈസ് സപ്ലൈഡ് ബൈ ലിംഗ്വൽ നെർവ്. ഓക്കെ, ലിംഗ്വൽ നെർവ്, അതായത് ലിംഗ്വ എന്നുള്ള വേർഡ് തന്നെ ഓർക്കുക, ടങ്. ലിംഗ്വൽ നെർവും ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് മാൻഡിബുലാർ നെർവ്. മാൻഡിബുലാർ നെർവിൻ്റെ ഒരു ബ്രാഞ്ചാണ് ലിംഗ്വൽ നെർവ് എന്ന് പറയുന്നത്. മാൻഡിബുലാർ നെർവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ട്രൈജെമിനൽ നെർവ്. ട്രൈജെമിനൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രാനിയൽ നെർവാണ് കേട്ടോ. ക്രാനിയൽ നെർവിൻ്റെ 5th ക്രാനിയൽ നെർവാണ്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന 5ാമത്തെ നെർവാണ് ട്രൈജെമിനൽ നെർവ്. അതിൻ്റെ ബ്രാഞ്ചാണ് മാൻഡിബുലാർ നെർവ്. അതിൽ നിന്നുള്ള ബ്രാഞ്ചാണ് ലിംഗ്വൽ നെർവ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ടങ്ങിൻ്റെ ഏറ്റവും ഫ്രണ്ട് 2/3 പാർട്ട് സപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ ഒരു ലിംഗ്വൽ നെർവ് ആണ്. പിന്നെ സ്പെഷ്യൽ സെൻസറി ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റ് ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള കോഡാ ടിംപാനിക് ബ്രാഞ്ച് ഓഫ് ഫേഷ്യൽ നെർവ്, നമ്മുടെ 7ാമത്തെ ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ഫേഷ്യൽ നെർവിൻ്റെ ബ്രാഞ്ചസിൽ നിന്നും നമ്മുടെ സെൻസറി നെർവ്സ് അതിൽ നിന്നുള്ള ബ്രാഞ്ചസും നമ്മുടെ ടങ്ങിലോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഗ്ലോസോ ഫാരിഞ്ചിയൽ നെർവ്, നമ്മുടെ 9th ക്രാനിയൽ നെർവായിട്ടുള്ള ഗ്ലോസോ ഫാരിഞ്ചിയൽ നെർവ്. ആക്ച്വലി നിങ്ങൾ ആ ക്രാനിയൽ നെർവ്സിൻ്റെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഹൈപ്പോഗ്ലോസൽ നെർവ്, പിന്നെ വാഗസ് നെർവ്, പിന്നെ ട്രൈജെമിനൽ നെർവ്, ഗ്ലോസോ ഫാരിഞ്ചിയൽ നെർവ്, ഇതെല്ലാം ക്രാനിയൽ നെർവ്സ് ആണ്. ആ ക്രാനിയൽ നെർവ്സ് ഇവിടെ മാത്രമല്ല സപ്ലൈ ചെയ്യുന്നത്, അതിൽ നിന്നുള്ള ചെറിയ ബ്രാഞ്ചസ് നമ്മുടെ ഈ ഒരു നാവിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഗസ് നെർവിൻ്റെ ബ്രാഞ്ച് ആയിട്ടുള്ള ലാരിഞ്ചിയൽ നെർവ്, അതും നമ്മുടെ ടങ്ങിൻ്റെ പോസ്റ്റീരിയർ സൈഡിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഗ്ലോസോ ഫാരിഞ്ചിയൽ നെർവിൽ നിന്നുള്ള ബ്രാഞ്ചസ് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ് നമ്മുടെ ടങ്ങിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവ്സുകളാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇതുപോലെ എസ്സേ പോലെ ഒന്നും എഴുതണ്ട, ജസ്റ്റ് ഇതുപോലെ ജസ്റ്റ് പേരുകൾ മാത്രം ചെയ്താൽ മതി. ബ്രാഞ്ചസ് ഓഫ് ഹൈപ്പോഗ്ലോസൽ നെർവ്, ബ്രാഞ്ചസ് ഓഫ് ഗ്ലോസോ ഫാരിഞ്ചിയൽ നെർവ്, ബ്രാഞ്ചസ് ഓഫ് ഫേഷ്യൽ നെർവ്, ബ്രാഞ്ചസ് ഓഫ് ട്രൈജെമിനൽ നെർവ്, ബ്രാഞ്ചസ് ഓഫ് വാഗസ് നെർവ്, ഇതെല്ലാം ഇത് ടങ്ങിലോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ബ്ലഡ് സപ്ലൈ. ഏതൊരു ഓർഗനെയും പോലെ ടങ്ങിനും ബ്ലഡ് സപ്ലൈ വേണം. ലിംഗ്വൽ ആർട്ടറി, ടങ്ങിൽ വരുന്ന ആർട്ടറിയാണ് ലിംഗ്വൽ ആർട്ടറി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ടങ്ങിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്. ഒപ്പം അതിൻ്റെ കറക്റ്റ് ലിംഗ്വൽ വെയിൻസ് എന്നുള്ളതുണ്ട്. അതുവഴിയാണ് തിരിച്ച് വെയിൻ സപ്ലൈ പോയി ജുഗുലാർ വെയിനിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ലിംഫാറ്റിക് സപ്ലൈ എന്ന് പറയുമ്പോൾ ലിംഫ് ഫ്രം ടങ് ഡ്രെയിൻസ് ഇൻറ്റു സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ഡീപ്പ് സെർവിക്കൽ ലിംഫ് നോട്ട്സ് മെയിൻലി ഇൻറ്റു ജുഗുലോ ഒമോഹയോയിഡ്. അതായത് നമ്മുടെ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി, സെർവിക്കൽ ലിംഫ് നോട്ട്സ് അത്ര മാത്രം എഴുതിയാൽ മതി. സുപ്പീരിയറും ഇൻഫീരിയറും ആയിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗങ്ങൾ കാണപ്പെടുന്ന സെർവിക്കൽ ലിംഫ് നോഡുകളുണ്ട്, അതിനുള്ളിലോട്ടാണ് ലിംഫ് സപ്ലൈ പോകുന്നത്. ഇത് ജസ്റ്റ് മെൻഷൻ ചെയ്യണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെർവ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഏതൊക്കെ നെർവുകളാണ്, ബ്ലഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആർട്ടറീസ് ആണ്, വെയിൻ എന്ന് പറയുമ്പോൾ ഏത് വെയിനാണ്, ലിംഫ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ലിംഫ് നോഡുകളാണ്. സെർവിക്കൽ ലിംഫ് നോഡ്സിനുള്ളിലോട്ടാണ് അത് ജസ്റ്റ് ഡ്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. ഇനി നമ്മൾ ടോൺസിൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് നമ്മൾ ലിംഫാറ്റിക് സിസ്റ്റം പഠിക്കുമ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തന്നെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടങ്ങിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഇനി നമ്മൾ ടങ്ങിൻ്റെ കുറച്ചുകൂടി ഒരു കാര്യം പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ ടങ്ങിൻ്റെ പുറത്ത് പാപ്പില്ലേ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത്
ചെറിയ ചെറിയ കുമിളകൾ, നമുക്ക് ഉപ്പ് ടേസ്റ്റ് അറിയുന്ന സഹായിക്കുന്നത്, മധുരം അറിയാൻ സഹായിക്കുന്നത്, പുളിപ്പ് സഹായിക്കുന്നത്, അങ്ങനെ അതെല്ലാം ഓരോന്ന് സെൻസ് ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ ഡോർസൽ സർഫസ്, ടങ്ങിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഡോർസൽ സർഫസിൽ കാണപ്പെടുന്ന ചെറിയ പാപ്പില്ല എന്ന് പറയുന്ന ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ട്. അവയുടെ ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അത് ടൈപ്സ് വെച്ച് ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് അത് നമുക്കൊന്ന് നോക്കാം. അതിനെയാണ് നമ്മൾ ഹിസ്റ്റോളജി ഓഫ് ടങ് എന്നാണ് പറയുന്നത്. ഹിസ്റ്റോളജി എന്ന് പറയുമ്പോൾ നമ്മളവിടെ പഠിക്കുന്നത് വിച്ച് ടിഷ്യൂ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് ടിഷ്യൂ എന്നുള്ളതാണ് നമ്മളവിടെ പറയുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് നോക്കാം. ടങ് ഈസ് കവേർഡ് ബൈ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. നമ്മുടെ ടങ് നിർമ്മിച്ചിരിക്കുന്നത് സ്ട്രാറ്റിഫൈഡ് മീൻസ് കവർ ചെയ്തിരിക്കുന്ന, ആ മസിൽസിനെ കവർ ചെയ്തിരിക്കുന്നത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ദ മ്യൂക്കസ് മെംബ്രെയിൻ കവറിംഗ് ഡോർസൽ ആസ്പെക്ട് ഓഫ് ടങ് ഹാസ് ന്യൂമറസ് പാപ്പില്ലേ. ഓൾറെഡി പറഞ്ഞു. ടങ്ങിന്റെ മുകൾ ഭാഗത്ത് ഡോർസൽ സർഫസിൽ ചെറിയ ചെറിയ പാപ്പില്ലകൾ, ഒരുപാട് പാപ്പില്ലയിൽ കാണുന്നുണ്ട് അല്ലേ. അത് പല ടൈപ്പ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് പാപ്പില്ലയുണ്ട്. ഫിലിഫോം, ഫ്യൂഞ്ചിഫോം ആൻഡ് സർക്കംവെലേറ്റ്, അങ്ങനെ പല ടൈപ്പ് കാണപ്പെടുന്നു. എന്താണ് ഫ്യൂഞ്ചിഫോമും സർക്കംവെലേറ്റും ഒക്കെ തമ്മിലുള്ള, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേസ്റ്റ് ബഡ്സ് ആണ്. അതിനകത്തെല്ലാം ടേസ്റ്റ് ബഡ്സും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് ടൈപ്സ് എന്ന് നമുക്ക് നോക്കാം. ഈച്ച് പാപ്പില്ലേ കൺസിസ്റ്റ് ഓഫ് ലൈനിങ് ഓഫ് എപ്പിത്തീലിയം, ഒപ്പം തന്നെ കണക്റ്റീവ് ടിഷ്യൂസും കാണപ്പെടുന്നുണ്ട്. അത് പാർഷ്യലി കെരാറ്റിനൈസ്ഡ് ആയിട്ടുള്ള, ചെറിയ കെരാറ്റിനൈസ്ഡ് ആയിട്ട് മാത്രമുള്ള ടൈപ്പുകളാണ്, പാപ്പില്ലയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്പുകൾ? ഫസ്റ്റ് വൺ ഫിലിഫോം പാപ്പില്ലേ. ദീസ് ആർ ദ മോസ്റ്റ് ന്യൂമറസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെയുള്ളതാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. വാട്ട് ഇസ് എ മോസ്റ്റ് ന്യൂമറസ് പാപ്പില്ലേ ഫൗണ്ട് ഇൻ ടങ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫിലിഫോം. പിക്ചറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫിലിഫോം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കുഞ്ഞായിട്ട് കാണപ്പെടുന്ന, നിറയെ കാണുന്ന പാപ്പില്ലയാണ് ഫിലിഫോം പാപ്പില്ലേ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ന്യൂമറസ് പാപ്പില്ലേ എന്ന് പറയുന്നു. സ്മോൾ ആൻഡ് കോണിക്കൽ ഇൻ ഷേപ്പേഴ്സ്, വളരെ ചെറുതാണ്, കോണിക്കൽ ഷേപ്പാണ്. അതിൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞാൽ കെരാറ്റിനൈസ്ഡ് ആണ്, ജസ്റ്റ് കെരാറ്റിനൈസ്ഡ് ആയിട്ടുള്ളത് ആണ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തത് ഫ്യൂഞ്ചിഫോം. ഫ്യൂഞ്ചിഫോം എന്ന് പറയുമ്പോൾ അറ്റ് ദ എപെക്സ് ഓഫ് ദ ടങ് അലോങ് ഇറ്റ്സ് ലാറ്ററൽ മാർജിൻ ദർ ലാർജർ ഫ്യൂഞ്ചിഫോം പാപ്പില്ലേ വിത്ത് റൗണ്ടഡ് സമ്മിറ്റ്സ് ആൻഡ് നാരോ ബേസ്ഡ്. അതായത് ഇച്ചിരി വലുതാണ് ഫ്യൂഞ്ചിഫോം എന്ന് പറയുമ്പോൾ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്തിരി വലുതായിട്ടുള്ളതാണ് ഈ ഫ്യൂഞ്ചിഫോം എന്ന് പറയുന്നത്. ഫ്യൂഞ്ചിഫോം എന്ന് പറയുന്ന ഇത്തിരി വലുതായിട്ടുള്ള ഫ്യൂഞ്ചിഫോം, വളരെ കുറച്ച് മാത്രം കാണപ്പെടുന്നതാണ് ഫ്യൂഞ്ചിഫോം പാപ്പില്ലേ എന്ന് പറയുന്നത്. ഓക്കെ, not keratinized. Next one, circumvallate papillae. These are the largest papillae of the tongue. വളരെ വലിയ പാപ്പില്ലയാണ് സർക്കംവലേറ്റ്. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഫിലിഫോം ആയിരുന്നു, വലുതെന്ന് പറയുന്നത് സർക്കംവലേറ്റ് ആണ്. They are arranged in a row just anterior to sulcus terminalis. We use each papillae in a circular top demarcated. അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, ജസ്റ്റ് നിങ്ങൾ ഇത്ര മാത്രം. ഇത് ഇവിടെ എവിടെയാണ് കാണപ്പെടുന്നത്? സർക്കംവലേറ്റ് പാപ്പില്ലേ, ഇറ്റ് ഈസ് ദിസ് വൺ. ഓക്കെ, നമ്മുടെ ആൻറ്റീരിയർ ടങ്ങിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട്, പോസ്റ്റീരിയർ പാർട്ടല്ല, നമ്മുടെ ഈ ഒരു വി ഷേപ്പ് ഗ്രൂവ് വരുന്നതിൻ്റെ ഇവിടെ കാണപ്പെടുന്ന ഈ റൗണ്ടഡ് ആയിട്ട് കാണുന്നത്, ഇങ്ങനെ മാത്രം അറേഞ്ച് ചെയ്ത് കാണപ്പെടുന്ന വലിയ പാപ്പില്ലേ, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പാപ്പില്ലാണ് സർക്കംവലേറ്റ് പാപ്പില്ലേ എന്ന് പറയുന്നത്. ഓക്കെ, സർക്കംവലേറ്റ് പാപ്പില്ലേ എന്ന്. ഇനി അടുത്തതാണ് ഫോളിയേറ്റ് പാപ്പില്ലേ. These are rudimentary in human being. They can be along posterior part of the lateral margin of the tongue. Okay. ഫോളിയേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്നത്, നമ്മുടെ ടങ്ങിൻ്റെ രണ്ട് സൈഡിൽ മാത്രം, ലാറ്ററലി മാത്രം കാണപ്പെടുന്നതാണ് ഫോളിയേറ്റ് പാപ്പില്ലേ എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാപ്പില്ലേ. ഏതൊക്കെയാണ്? ഫിലിഫോം പാപ്പില്ലേ, ഫ്യൂഞ്ചിഫോം പാപ്പില്ലേ, സർക്കംവലേറ്റ് പാപ്പില്ലേ ആൻഡ് ഫോളിയേറ്റ് പാപ്പില്ലേ. അതിൻ്റെ ലൊക്കേഷൻസ് ടങ് വരച്ച് നമ്മളിത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം. ക്ലിയർ? ഇതിൻ്റെ ബാക്കിൽ ഇവിടെ കാണപ്പെടുന്നത് പാപ്പില്ലേ അല്ല, ഇത് ടോൺസിലാണ്. ലിംഗ്വൽ ടോൺസിലും പിന്നെ ഈ സൈഡിൽ കാണുന്നത് പാലറ്റൈൻ ടോൺസിൽ, ദാറ്റ് ഈസ് ലിംഫോയിഡ് ടിഷ്യൂ ആണ് കേട്ടോ. ലിംഫോയിഡ് ടിഷ്യൂസ് ആണ്. ഇവിടെ നമ്മൾ കാണുന്നത് സർക്കംവലേറ്റ് പാപ്പില്ലേ, ഫോളിയേറ്റ് പാപ്പില്ലേ, ഫ്യൂഞ്ചിഫോം പാപ്പില്ലേ ആൻഡ് ഫിലിഫോം പാപ്പില്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിന് എഴുതാൻ കണക്കിന് ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ അതിൻ്റെ ടേസ്റ്റ് ബഡ്സ് ജസ്റ്റ് 1-2 സെൻറ്റൻസ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഈ പാപ്പിലയുടെ ഒപ്പം നിങ്ങൾക്ക് എന്തുണ്ട്? ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ദർ ആർ സ്മോൾ ബഡ് ലൈക്ക് അപ്പിയറൻസ്. അതെന്താണ്? വളരെ നമുക്ക് ടേസ്റ്റ് പോറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സലൈവയിലൂടെയും നമുക്ക് സലൈവ പ്രൊഡക്ഷൻ അത് സഹായിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് ടേസ്റ്റ് സെൻസ് ചെയ്യാനും ഈ ടേസ്റ്റ് ബഡ്സ് നമ്മളെ സഹായിക്കുന്നു. അത് ജസ്റ്റ് 1-2 പോയിന്റ്സിൽ എഴുതാം. എന്താണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ച്യൂവിങ്ങിന് സഹായിക്കുന്നു, മാസ്റ്റിക്കേഷന് സഹായിക്കുന്നു,
ടേസ്റ്റ് സെൻസ് ചെയ്യാൻ സഹായിക്കുന്നു, ഫുഡ് സ്വോളോ ചെയ്യാൻ ഡെഗ്ലൂട്ടിഷൻ അല്ലെങ്കിൽ സ്വോളോവിങ്ങിന് സഹായിക്കുന്നു, സംസാരിക്കാൻ സഹായിക്കുന്നു, അതുപോലെ വായിക്കാൻ ക്ലീൻ ചെയ്യാൻ ഓറൽ ക്ലൻസിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ടങ്. ഓക്കെ, അപ്പോൾ ഇത്ര ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്? ഹാർഡ് പലേറ്റ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് ഹാർഡ് പലേറ്റ് എന്താന്ന് പറഞ്ഞു, സോഫ്റ്റ് പലേറ്റ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ മസിൽസ് പറഞ്ഞു, നെർവ് സപ്ലൈ പറഞ്ഞു, ടങ് പറഞ്ഞു, ടങ്ങിൻ്റെ പാർട്സ് പറഞ്ഞു, ഡോൾസർ സർഫസും വെൻട്രൽ സർഫസും പറഞ്ഞു, പിന്നെ മസിൽസ് ഓഫ് ദ ടങ് പറഞ്ഞു, പിന്നെ അതിൻ്റെ നെർവ് സപ്ലൈ, ബ്ലഡ് സപ്ലൈ, വെയിൻ സപ്ലൈ, ലിംഫാറ്റിക് സപ്ലൈ പറഞ്ഞു, ഹിസ്റ്റോളജി ഓഫ് ടങ്, അതിൻ്റെ ഒരു ജസ്റ്റ് ഏത് ടിഷ്യൂ ആണ് അതുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പാപ്പില്ലേസ് ഫൗണ്ട് ഇൻ ടങ്, അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഫംഗ്ഷൻസ് ലിസ്റ്റ് ഔട്ട്. ദിസ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ 5 മാർക്ക് ഫോർ ആസ് എ ഫസ്റ്റ് ഇയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് സജഷൻസ് ഒക്കെ എഴുതുക, വീഡിയോ ഒക്കെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.